പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് PwC. ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ 17-ാം തീയതിയും SFIOയ്ക്ക് 27-ാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ കോപ്പിയാണിത്. അതോടൊപ്പം ഈ അന്വേഷണത്തിൽ നമുക്കറിയാം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എന്ന് പറയാൻ കഴിയില്ല, ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള ഈ പരാതി തീർച്ചയായിട്ടും ഹൈക്കോടതി അറിയേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ IA ഞാൻ ഇവർ ഈ രണ്ടുപേർക്ക് കൊടുത്തിട്ടുള്ള പരാതി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ അതുപോലെ ജോയിന്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും SFIOയ്ക്കും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കമ്പനി ലാവലിനാണ്. ലാവലിന് ശേഷം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സാണ്. നിങ്ങൾക്കെല്ലാം അറിയാം ശിവശങ്കർ IASുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കരാറ് 2018 ഡിസംബർ 1 കരാറ് അവരുമായി ഒപ്പിട്ടിട്ടുള്ളത്. ആ കരാറ് പിന്നീട് 2020 നവംബർ 30 എടുത്ത് പരിശോധിക്കേണ്ട. 2018 ഡിസംബർ 1 2020 നവംബർ 30 ഈ കരാർ അവസാനിക്കുന്നത്. അതായത് ഈ വിവാദമുണ്ടായതിന്റെ പേരിൽ കരാർ അവസാനിക്കുന്നു. 2018 ഡിസംബർ 1 2020 നവംബർ 30 ഇടയിലാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത്. അപ്പം ഈ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പണം എത്തിയതെന്നുള്ളത് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. ശ്രീ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം. സ്വപ്ന സുരേഷിന് ആ ഒരൊറ്റ എഗ്രിമെന്റ് മാത്രം ഞാൻ പറയാം, അത് അവസാനം പറഞ്ഞോളാം. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ CMRന്റെ ഇടപാടിൽ നടന്നിട്ടുള്ള തിരിമറി സംബന്ധിച്ച് ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ എൻ്റെ പരാതി പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരാതി നൽകിയത്. ഈ പണം എവിടെ നിന്ന് കണ്ടെത്തിയാൽ മാത്രമല്ല, കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് കണ്ടെത്തിയ അഴിമതിയിൽ മാത്രം 17 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പണം എങ്ങോട്ട് പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഈ പണം തിരികെ സർക്കാരിന് തിരിച്ചു പിടിക്കാൻ കഴിയൂ. അത് എൻ്റെ പരാതിയിൽ കമ്പനീസ് ആക്ട് സെക്ഷൻ 212 14A അനുസരിച്ച് ഈ പണം തിരികെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പണം എവിടെ പോയെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ പണമിടപാടിനെ കുറിച്ചും ഈ അക്കൗണ്ടിനെ കുറിച്ചും അന്വേഷിക്കേണ്ടത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു വിഷയം, ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അത് തീർച്ചയായും ഇന്ത്യ മഹാരാജ്യത്ത് അവർ ഇൻകം ടാക്സ് റിട്ടേണിൽ അത് നൽകിയിരിക്കണം. ദ ബ്ലാക്ക് മണി അൺയൂട്ടിലൈസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്സ് ആൻഡ് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ആക്ട് 2015 പ്രകാരം ചാപ്റ്റർ 6 ചാപ്റ്റർ 5 സെക്ഷൻ 41, 42, 43 അനുസരിച്ച് അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ബാങ്ക് അക്കൗണ്ട് ഷാൽ ബി കമ്പ്യൂട്ടഡ് ആസ് പെർ റൂൾ 31E ഓഫ് ദ റൂൾ. അപ്പോ വീണയുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഇത് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് 2015 അനുസരിച്ച് സെക്ഷൻ 41, 42, 43 അനുസരിച്ച് വീണ ചെയ്തിട്ടുള്ളത് ഗുരുതരമായ ഒരു കുറ്റകൃത്യം കൂടിയാണ്. അപ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന, എനിക്ക് ബോധ്യമുള്ള, നിങ്ങൾക്കറിയാം, ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത്. ഇത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിന് എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് പൂർണ്ണമായി ബോധ്യമില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് അവതരിപ്പിക്കും എന്ന് കരുതരുത്. 2, ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ കാര്യം, SNC ലാവലിന്റെ വിഷയത്തെ 99 മുതലുള്ള ലാവലിനുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ബന്ധത്തെയും
അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിരിക്കുന്ന മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയും കൂട്ടി വായിക്കേണ്ടിയുണ്ട്. 6% പലിശയ്ക്ക് ലോകത്തെമ്പാടും 6% പലിശ കിട്ടുന്നിടത്ത് 9.25% പലിശ കൊടുത്ത് ബോണ്ടുകൾ, അതായത് SLC ലാവലിന്റെ സബ്സിഡറി കമ്പനിയുടെ ബോണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ ബോണ്ടുകൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് 9.14% പലിശയാണ്. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് എങ്ങോട്ടേക്കാണ് പോയതെന്ന് ഈ അക്കൗണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും. വളരെ വിനയത്തോടു കൂടി പറയട്ടെ, കഴിഞ്ഞ 8 വർഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടോ, എന്തൊക്കെ ഇടപാടുകൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ നടന്നിട്ടുണ്ടോ, അവിടെയെല്ലാം ഇത്തരത്തിലുള്ള അഴിമതിയും കമ്മീഷനും മാസപ്പടിയും ഉണ്ടായിട്ടുണ്ട്. ഈ മാസപ്പടിയുടെ കാര്യം പറഞ്ഞാൽ, ഈ നമ്മുടെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ എഗ്രിമെന്റ് പ്രകാരം ഒരു വ്യക്തിക്ക് 3 വർഷത്തിൽ, അതായത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ഇടപാടുകളൊന്ന് എടുത്തു പറയേണ്ടത് 3 ജോലികളായിരുന്നു അവരെ ഏൽപ്പിച്ചിരുന്നത്. അതിനകത്തൊന്ന് കെ ഫോൺ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അത് എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3 സ്പേസ്